നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടകയിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അവരുടെ ഹോം പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കുട്ടികൾ അവരുടെ രജിസ്റ്റർ നമ്പരും പാസ്വേഡും അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു OTP നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. അത് എൻ്റർ ചെയ്ത് കൊടുത്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എക്സാം സെന്ററിന്റെ പേരും അഡ്രസ്സും എല്ലാം ഹോൾ ടിക്കറ്റിൽ ഉണ്ട്. എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും എക്സാം സെന്റർ ഏതാണ് എന്ന് എക്സാമിന്റെ ഡേറ്റിന് മുൻപായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും 2 ദിവസം അവിടെ താമസിക്കുന്നതിനും വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം. BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ആണ് എഴുതേണ്ടത്. എക്സാമിനേഷന് എത്തുന്ന കുട്ടികൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അഡ്മിറ്റ് കാർഡിന്റെ 2ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കുന്ന കുട്ടികൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, കാൽക്കുലേറ്റർ, വയർലെസ് സെറ്റ്, പേപ്പർ, ബുക്സ് എന്നിവയൊന്നും കയ്യിൽ കരുതാൻ പാടില്ല. റിസ്റ്റ് വാച്ചും അലൗഡ് അല്ല. എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് എന്നിവ കയ്യിലുണ്ടായിരിക്കണം. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ആണ് OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന് കൊണ്ടുപോകേണ്ടത്. എക്സാമിനേഷൻ സെന്ററിൽ ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നതിന്റെ 2 മണിക്കൂർ മുൻപായിട്ട് അവിടെ ഹാജരാകണം. 3rd ബെല്ലിന് ശേഷം എക്സാമിനേഷൻ ഹാളിൽ പ്രവേശനം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും എക്സാമിനേഷൻ ഹാളിൽ 2 മണിക്കൂർ മുൻപായിട്ട് എത്തണം. ഫസ്റ്റ് ബെല്ലിന് ശേഷം കുട്ടികൾ അവരുടെ പേര് OMR ഷീറ്റിൽ എഴുതണം. എക്സാമിനേഷൻ മുഴുവനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാൻഡിഡേറ്റ്സിനെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തു പോകുവാൻ അനുവദിക്കുകയുള്ളൂ. എക്സാമിനേഷൻ ഹാളിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിക്കുന്നത് അനുവദിക്കുന്നതല്ല. അതുപോലെ ആഭരണങ്ങൾ ധരിക്കുന്നതും അനുവദിക്കുന്നതല്ല. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ പേര്, ഫോട്ടോഗ്രാഫ്, സബ്ജക്റ്റ്, എക്സാമിനേഷന്റെ ഡേറ്റ് എന്നിവയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് KEയെ ഇൻഫോം ചെയ്യാൻ സാധിക്കും. കേരളത്തിന് പുറത്ത് ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയുടെ അഡ്മിഷന് വേണ്ടി കോളേജുകളെക്കുറിച്ച് അറിയുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങൾ തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലും എൻട്രൻസ് എക്സാം ഒന്നും ഇല്ലാതെയും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ അറിയുന്നതിന് കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.